സന്തോഷമായിരിക്കുക, പല വിചാരങ്ങൾ ഇല്ലാതിരിക്കുക. ഈശോ പറഞ്ഞ പോലെ, മാർത്തയോട് പറഞ്ഞ പോലെ, പല വിചാരങ്ങൾ ഉണ്ടാകരുത്, ഒറ്റ വിചാരം മതി. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ്, എന്നോട് കരുതലുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ. എൻ്റെ പ്രശ്നങ്ങളെല്ലാം എൻ്റെ ദൈവത്തിനറിയാം. എൻ്റെ ബന്ധം, ദൈവമായിട്ടുള്ള ബന്ധം ഞാൻ ഉറപ്പിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്ന. ഉടമ്പടി വഴി ഞാനും ദൈവമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുക, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിൽ. നല്ലൊരു ബോധ്യം വേണം ഉടമ്പടിയെക്കുറിച്ച്. നമ്മൾ ഒരു വഴിപാടായിട്ട് കാണരുത് ഉടമ്പടി, അതൊരു നിലപാടാണ്. ഞാനും ദൈവമായിട്ടുള്ള ഒരു അഗ്രിമെൻ്റാണ്. ആ ഒരു ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. എന്താ കാര്യമെന്ന് വെച്ചാൽ, ദൈവം, അമ്മ മാതാവ് ഇതിൽ സീരിയസ് ആണ്. ചെറുതും വലുതുമായ കാര്യങ്ങളുടെ ഈ ഉടമ്പടിയിൽ അമ്മ വലിയ സീരിയസ് ആയി. അമ്മ ഉടമ്പടി എടുക്കും, പലവരും അത് പാലിക്കാറില്ല. പിന്നെ അത് ഒരു ആത്മാർത്ഥത നമ്മൾ കൊടുക്കാറില്ല പലപ്പോഴും. അതിനൊരു ആത്മാർത്ഥത വേണം, അതൊരു ജീവിതമാണ്. ദൈവമായിട്ട് ജീവിക്കുക, ഉടമ്പടി ഒരു ജീവിതമാണ്. ഒരു 3 മാസത്തേക്ക് അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്ക്. ദൈവം സീരിയസാണ്. നിങ്ങൾ ഈ ഉടമ്പടി പാലിക്കണം, പ്രാർത്ഥിക്കണം. എന്താ കാര്യമെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ, ചെറിയ കാര്യമാണെങ്കിൽ പോലും, ഇന്നലെ കോയമ്പത്തൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലേറ്റായി. അപ്പോൾ ഞാൻ കാറ് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ ധൃതിക്ക് വീട്ടിൽ വൈഫ് ലേറ്റാണ്, അവളെ ഉടമ്പടി എടുത്തിട്ടുള്ള. അപ്പോൾ ഞാൻ ഹോർൺ അടിച്ചുകൊണ്ട് ധൃതിക്ക് കയറി വന്ന്, എന്നിട്ട് വണ്ടി കുറച്ച് മുമ്പേത്ത് പോയപ്പോഴാണ് പറയണത് നീലത്തിരി എടുത്തില്ലെന്ന് എന്നോട്. അപ്പോൾ ഞാൻ കളിയാക്കി, ഇനി ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വണ്ടി നിർത്താം, അവിടെ വെച്ച് നമുക്ക് നീലത്തിരി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഓൾറെഡി താമസിച്ചു, ഇവിടെ എത്തുമ്പോൾ താമസിക്കും. പക്ഷേ ഇവിടെ വന്ന് രാത്രി പ്രാർത്ഥിക്കാനുള്ളതാണ്. ആ ബാഗിലേക്ക് നോക്കുമ്പോഴത്തേക്കും നീലത്തിരി വെച്ചിട്ട് വന്നാൽ സഞ്ചിക്കകത്ത് നീലത്തിരി കിടക്കുക. പ്രൈസ് ദി ലോർഡ്. അത് വെച്ചാൽ പ്രാർത്ഥിച്ച്. ചെറിയ കാര്യമാണെങ്കിൽ പോലും ഇവിടെ വേണമെങ്കിൽ നീലത്തിരി വാങ്ങിച്ച് പ്രാർത്ഥിക്കാം. പക്ഷേ ഞാനതാ മനസ്സിൽ വിചാരിച്ചത്. പക്ഷെ അമ്മ മാതാവ് കൊടുത്ത ആ നീലത്തിരി തീരട്ടെ. അതുപോലെ അമ്മ ഇതിൽ സീരിയസാണ്. നമുക്ക് നല്ലൊരു ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബോധ്യം വേണം. പിതാവിന് എന്നെക്കുറിച്ച് എന്താ ധാരണ? നമുക്ക് പലവരിക്കും അതില്ലാതെ പോകുന്ന. പിതാവ്, ദൈവത്തിന് എന്നോട് എന്താണ്, ദൈവം എങ്ങനെയാണ് എന്നെ കാണുന്നത്? അപ്പോൾ ഇതിലൊരു കാര്യം, 1 പത്രോസ് 5:7, ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? അതിൽ 1 പത്രോസ് 5:7 പറയുന്നത്, നീ ഒരിക്കലും ഉത്കണ്ഠപ്പെടരുത്, ഞാൻ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, നിൻ്റെ കാര്യത്തിൽ എനിക്ക് കരുതലുണ്ട് എന്ന് വെച്ചാൽ, ദൈവം അത് സ്പെസിഫിക്കായിട്ട് നമ്മളോട് പറയുകയാണ്, നീ ഒരു കാര്യത്തിൽ ഉത്കണ്ഠപ്പെടണ്ട. വെച്ചാൽ നിൻ്റെ ചെറിയ കാര്യങ്ങൾ വരെ ഞാൻ നോക്കി വയ്ക്കുക. അതെങ്ങനെയാണ് നോക്കാൻ സാധിക്കുക? ചെറിയ കാര്യം ഇത്രയും പേരുള്ളപ്പോൾ ഓരോരുത്തരുടെ ചെറിയതും വലുതുമായ കാര്യങ്ങൾ ദൈവത്തിന് എങ്ങനെയാണ് ശ്രദ്ധിക്കാൻ സാധിക്കുക? ഗലാത്യർ 4-ാം അധ്യായം 6ഉം 7ഉം പറയുന്നത്, നമ്മ ദൈവത്തിൻ്റെ മക്കളാണ്, മക്കളായതുകൊണ്ട് ദൈവം
ദൈവത്തിൻ്റെ മകൻ്റെ ആത്മാവിനെ നമ്മളെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം വസിക്കുന്നത് വേറെ എവിടെയുമില്ല, നമ്മളെ ഹൃദയത്തിലാണ്. ആ ഒരു ബോധ്യം നമുക്ക് വേണം. ആ ഒരു ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് സങ്കടങ്ങളും എൻ്റെ ജീവിതത്തിൽ ഈ കുറവിനെക്കുറിച്ചും ബാധ്യതയെക്കുറിച്ചും എപ്പോഴും ഉൾക്കേണ്ട നമുക്കുള്ളത്. ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഗലാത്യർ 4:7 പറയുന്നത്, നീ ഇനി എൻ്റെ മക്കളാണ്, ദാസനില്ല. എൻ്റെ മകനുള്ളതെല്ലാത്തിൻ്റെ അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുക. മക്കളാകുമ്പോഴത്തേക്കും നമുക്ക് ദൈവത്തിൻ്റെ എല്ലാത്തിലും നമുക്ക് അവകാശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൻ്റെ പുറത്ത് എല്ലാത്തിനും നമുക്ക് അവകാശമുണ്ട്. അപ്പോൾ ഈ ലോകത്തിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ഉൾക്കേണ്ടയും പ്രശ്നങ്ങളും, അത് ഒരു കാരണവശാലും അത് ആവശ്യമില്ല. നമ്മൾ ഉടമ്പടിക്ക് വരുമ്പോൾ ആ ഒരു ബോധ്യം വേണം, ദൈവം എന്നിൽ വസിക്കുകയാണ്, ദൈവം എൻ്റെ ഉള്ളിലാണ്. നമുക്ക് പലപ്പോഴും സംശയം വരും. നമ്മൾ തന്നെ ദൈവത്തോട് പലപ്പോഴും നമ്മളെ തന്നെ പരീക്ഷിക്കും, ടെസ്റ്റ് ചെയ്ത് നോക്കും. നമുക്ക് പലപ്പോഴും പല അനുഭവം നമുക്ക് കിട്ടാറുണ്ട്. ദൈവം നമ്മളെ കൂടെയാണ്. എന്നാലും കാലത്തെ ഒരു കാര്യം നമുക്ക് അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോദിക്കും, നീ എൻ്റെ കൂടെയാണോ? വൈകുന്നേരം ചോദിക്കും, നീ എൻ്റെ കൂടെയാണോ? നീ എനിക്ക് കാലത്തെ തന്ന് ഇനി ഉച്ചയ്ക്ക് കിട്ടുക, അല്ല വൈകുന്നേരം നീ എൻ്റെ അടുത്ത് ഉണ്ടാവുക, അല്ല നാളെ ഉണ്ടാവുക. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സ്വന്തം മക്കൾ കാലത്തെ നമ്മൾ ഭക്ഷണം കൊടുത്ത് നമ്മളെ പുറകെ നടക്കാറുണ്ടോ? എനിക്ക് കാലത്തെ നീ ഭക്ഷണം തന്ന അമ്മേ, എനിക്ക് 1 മണിയാകുമ്പോഴത്തേക്കും എനിക്ക് വിശക്കും കേട്ടാ, നീ എനിക്ക് ഭക്ഷണം തരുവാന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മളോട്, ഇല്ല കരഞ്ഞുകൊണ്ടിരിക്കുക. 12 മണി ആകാറുണ്ട്, ഭക്ഷണം വന്നില്ല. 1 മണി ആകാറായി, ഭക്ഷണം വന്നിട്ടില്ല. എനിക്ക് വിശക്കുമെന്നറിയില്ലേ, ഭക്ഷണം തരില്ലേ? അപ്പോൾ ഒരു കണക്കിന് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പത്തൊട്ട് കരച്ചിൽ തുടങ്ങുക. രാത്രി ആകുമ്പോഴത്തേക്കും എന്തായി, ഇപ്പം നീ എനിക്ക് തന്ന് രാത്രി നീ തരുവായില്ല. പ്രൈസ് ദി ലോർഡ്. സ്വന്തം മക്കൾ ഒരു കാരണം കൊണ്ടും ഈ കാര്യങ്ങളിൽ വിഷമിക്കാറില്ല. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ വിശപ്പ് അവരറിയും. അതാ സമയത്ത് അവരെനിക്ക് ഭക്ഷണം തന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് നമുക്കെപ്പോഴും ഒരു ധാരണ ഉണ്ടാകണം. ഇതിനെക്കുറിച്ച് കൊള്ളുന്നത് ആരാണ്? മക്കളില്ലാത്തവരാണ് ഉൾക്കൊണ്ടപ്പെടുന്നത്, അവരാണ് സ്വീകരിക്കുന്നത്. സ്വന്തം അച്ഛനും അമ്മയും ഇല്ലാത്ത ഇല്ലാത്തവരാണ് അവർ സ്വീകരിച്ച് വയ്ക്കുന്നത്. കാലത്തെ നോക്കും, ഓ ഇതിൽ ബാക്കി വന്നത് നമുക്ക് കുറച്ച് കഴിച്ചിട്ട് ബാക്കി വയ്ക്കാം, ഉച്ചയ്ക്ക് നമുക്ക് ആരും തരില്ല, അവർ സൂക്ഷിച്ച് വയ്ക്കും. അതിനെക്കുറിച്ച് ഉൾക്കണ്ടയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അവർ ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാത്രിയുള്ള ഭക്ഷണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് കഴിക്കുന്നത്. അയ്യോ അപ്പം വിശക്കുമ്പോൾ എന്ത് ചെയ്യും? അത് അച്ഛനും അമ്മയും ഇല്ലെന്നുള്ളൊരു ബോധ്യമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമുക്ക് സുവിശേഷം എന്ന് പറയണത് ദൈവം നമ്മളെ മക്കളാകാനുള്ള അവകാശം തന്നിരിക്കുക, ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അവകാശം നമുക്ക് തന്നിരിക്കുക. ഒന്നിനെക്കുറിച്ച് ഒരു വിചാരം വേണ്ട, അത് ദൈവം നമ്മളകത്ത് ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് സ്നേഹം ദൈവം പ്രതീക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം, അതാണ് ഉടമ്പടി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ, ദൈവത്തിനെ തിരിച്ച് നമ്മൾ സ്നേഹിക്കുന്നതാണ് ഉടമ്പടി. അവൻ പറയുന്നത് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം എന്താ കാര്യമെന്ന് വെച്ചാൽ സ്നേഹം എങ്ങനെയാണ്? യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ വചനം പാലിക്കും, അതനുസരിക്കും, ഞാനും
എൻ്റെ പിതാവും അവൻ്റെ കൂടെ എപ്പോഴും വസിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉടമ്പടി എടുത്തിട്ടുള്ളവർ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. പിതാവ്, ദൈവം, ഈശോ നമ്മളെ കൂടെ വസിക്കുകയാണ്, എൻ്റെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അകത്ത് ഈശോ ഉണ്ട്, ജീവിക്കുകയാണ്. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. ആ ബോധ്യം ശക്തിപ്പെടുത്താനാണ് നമ്മൾ ഇപ്പോൾ അമ്മ മാതാവ് നമുക്ക് ഉടമ്പടി തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാൻ 14:23 പറയുന്നത്, നീ എൻ്റെ വചനം പാലിക്കുമ്പോൾ നീ എന്നെ സ്നേഹിക്കും. എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ വചനം പാലിക്കും, ഞാൻ നിന്നിൽ വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ കൂടെ വസിക്കുക എന്നുള്ളത്, ജീവിക്കുക എന്നുള്ളത് നമുക്കെപ്പോഴും ഒരു ബോധ്യം ഉണ്ടാകണം. ഉടമ്പടി എടുക്കുമ്പോൾ, എൻ്റെ എടുത്ത് കഴിയുമ്പോൾ, എപ്പോഴും നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ, ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ തന്നെ ദൈവം എൻ്റെ കൂടെ വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം പാലിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമെന്ന്, അതുകൊണ്ട് മധ്യസ്ഥ അമ്മയോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ വേണ്ടി ഉടമ്പടി എടുക്കുമ്പോൾ, അമ്മ വഴി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ശക്തി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നമ്മൾ പലപ്പോഴും നമുക്ക് ആ ബോധ്യം ഇല്ലാത്തതാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ച് നല്ല കരുതലുണ്ട്. നിനക്കെന്താ ആവശ്യമുള്ളത്, നിനക്കാവശ്യമുള്ളത് ദൈവത്തിന് അറിയാം. നീ ചോദിക്കുന്നതിന് മുമ്പേ അറിയാം നിൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. മത്തായി 6:8 കൃത്യമായിട്ട് പറയേണ്ടത്, നിൻ്റെ മനസ്സിൽ എന്താ ഉള്ളത്, ആവശ്യമുള്ളതെന്ന് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് എന്തൊക്കെ ആവശ്യമാണെന്നുള്ളത് ദൈവത്തിന് അറിയാം. നിൻ്റെ ആഗ്രഹങ്ങൾ ദൈവത്തിന് അറിയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇതെല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ, ഇത് ദൈവത്തോട് കാണിക്കുന്ന വിശ്വാസം എന്താ? നമ്മൾ ഉൾക്കണ്ട കൊള്ളാതിരിക്കുക, എപ്പോഴും ഒരു ബോധ്യത്തിലിരിക്കുക, ദൈവം എൻ്റെ അകത്ത് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഞാൻ വെറുതെ അല്ല പറയണത്. ഇത് എങ്ങനെയാണ് നമുക്ക് ഈ അവകാശം കിട്ടുക? ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അവകാശം കിട്ടുന്നത് എങ്ങനെയാണ്? യോഹന്നാൻ 1:12 ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ദൈവം ഈ അവകാശം നൽകിയിരിക്കുക, മക്കളാകാനുള്ള അവകാശം നൽകിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈശോയിൽ വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ബോധ്യമില്ലാത്തതാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം ബോധ്യമാകണം. ഹല്ലേലൂയ. ഇത് എങ്ങനെയാണെന്നാ, നമ്മളാ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിനറിയാൻ, ദൈവം നിറവേറ്റിത്തരും. ഇത് നമ്മൾ ഉൾക്കണ്ട കൊള്ളുമ്പോഴാണ് വിശ്വാസം കുറഞ്ഞു പോകുന്നത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക, നമ്മൾ ആഗ്രഹിക്കുക, അത് ഓട്ടോമാറ്റിക് നടന്നിരിക്കുക. അകത്ത് ഈശോ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ഉടമ്പടി ചെയ്യുന്നത് നമ്മൾ ആ ബന്ധത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അതെന്താണെന്നാൽ, എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് വലിയ സമ്പത്തൊന്നുമില്ല. അന്ന് കച്ചവടം തുടങ്ങിയതേ ഉള്ളൂ, ഫ്ലൈറ്റിലൊന്നും പോയിട്ടില്ല. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞതല്ലേ, ഒന്ന് എല്ലാവരും എൻ്റെ ഫ്രണ്ട് സർക്കിളൊക്കെ അവരൊക്കെ കുറച്ച് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടവരാണ്. അപ്പോൾ അവർ പല സ്ഥലത്തും ടൂർ പോകും, ഫ്ലൈറ്റിൽ പോകും. അപ്പോൾ അതിൻ്റെ കണക്ക് നോക്കുമ്പോഴത്തേക്കും വരുമാനം തുച്ഛമായ വരുമാനമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ പറ്റില്ല. പലപ്പോഴും ഞാൻ ഫ്ലൈറ്റിൻ്റെ ചാർജ് നോക്കും, എവിടെയെങ്കിലും അടുത്ത് പോയിട്ട് വരാം, ഒന്ന് ബാംഗ്ലൂർ വരെയെങ്കിലും പോയിട്ട് വരാൻ നോക്കുമ്പോഴത്തേക്കും ഇതെൻ്റെ ഒരു 3 മാസത്തെ വരുമാനമാണ്. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി റൂം എടുക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും ഞാൻ പതുക്കെ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെ മക്കളെ ഞാൻ ഒരു കടയിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും മറ്റേ മക്കളൊക്കെ എന്തെങ്കിലും വാങ്ങിക്കുമ്പോഴത്തേക്കും, ഒരു ഗിഫ്റ്റോ കളിപ്പാട്ടോ എന്തെങ്കിലും വാങ്ങിക്കുമ്പോഴത്തേക്കും മകൻ നമ്മളോട് ചോദിക്കില്ല, പക്ഷേ ഒരു നോട്ടം ഇങ്ങനെ നോക്കും. അതിലേക്ക് ആ മക്കൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ഒരു പുഞ്ചിരിയോടെ, ഒരു സന്തോഷത്തോടെ അത് വാങ്ങിക്കുന്ന നോക്കിയിട്ട്
നമ്മളെ മുഖത്തേക്ക്, എൻ്റെ മുഖത്തേക്ക് എൻ്റെ മകൻ നോക്കുമ്പോഴത്തേക്കും ഒരു ഫീൽ ഉണ്ടാകും, ഒരു സങ്കടം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ കയ്യിൽ ബലഹീനതയാണ്, സമ്പത്തില്ലായിരിക്കും. ചിലപ്പോൾ എൻ്റെ മകൻ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവ് ഇല്ലായിരിക്കും. പക്ഷേ എൻ്റെ പിതാവ് ഈ ലോകത്തിൻ്റെ പിതാവാണ്, സൃഷ്ടാവാണ്. ആ സ്നേഹത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൻ തരാതിരിക്കുക. പിതാവ് പറഞ്ഞിട്ടുണ്ട്, പാവിയായ നീ നിൻ്റെ മകൻ എന്ത് കൊടുക്കണമെന്നാണ് നീ അപ്പവും മുട്ടയും കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോഴത്തേക്കും നിൻ്റെ പിതാവ് എത്ര വലിയതായ പരിശുദ്ധാത്മാവിനെ തരില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനേക്കാളും വലുതൊന്നുമില്ല, പരിശുദ്ധാത്മാവിനേക്കാളും വലുതൊന്നുമില്ല. അപ്പോൾ പിതാവ് അത്രയ്ക്കും നമ്മളെ സ്നേഹിക്കുകയാണ്. യോഹന്നാൻ 3:16 ഈ ലോകത്തെ നിൻ്റെ ദൈവം എത്രമാത്രം സ്നേഹിച്ച അവൻ്റെ ഒരേ മകനെ ഈ ലോക രക്ഷയ്ക്കായിട്ട് കൊടുത്ത്. അത്രയ്ക്ക് സ്നേഹമുള്ള ദൈവമാണ് നമ്മളുടെ എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. ഞാനിതുപോലെ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കും, എന്നിട്ടത് വിട്ടുകളയും. പലപ്പോഴും എനിക്ക് ആഗ്രഹമാണ്, ഒന്ന് ഫ്ലൈറ്റിൽ പോകണം, കല്യാണം കഴിഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഒരു ശനിയാഴ്ച ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശരി ഇതോ ഇല്ല കുറച്ച് കാശൊക്കെ ഒപ്പിച്ച് ഇവിടെ അവന്യൂ റീജൻ്റ് ഹോട്ടൽ ഒരെണ്ണമുണ്ട് എറണാകുളത്ത്, അവന്യൂ റീജൻ്റ്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ശനിയാഴ്ച ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് പോയി. അത് കുറച്ച് എക്സ്പെൻസാണ്, എന്നാലും ആ കാശ് സംഘടിപ്പിച്ച് പോയി. ഞാനും ഭാര്യയും കൂടി അവിടെ പോയി ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്കും അവിടെ ഒരു ബോക്സ് ഇട്ടിരുന്നു. ആ ബോക്സിൻ്റെ അടുത്ത് അവർ പറഞ്ഞ്, നിങ്ങൾ അഡ്രസ്സ് എല്ലാവരും എഴുതിയിട്, എന്തെങ്കിലും ഗിഫ്റ്റ് തരുമെന്ന് പറഞ്ഞ് ആ ബോക്സ് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ കയ്യിൽ കാർഡൊന്നുമില്ല, ചെറിയ കച്ചവടമാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ സ്ലിപ്പ് പേപ്പർ എടുത്ത് ഇങ്ങനെ സ്ക്വയറായിട്ട് കാർഡ് പോലെ കട്ട് ചെയ്ത് അതിലെൻ്റെ പേരും ഒരു ഫോൺ നമ്പറും എഴുതിയിട്ട് അതിലിട്ടിട്ട് വന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഹോട്ടലിലിരുന്ന് എനിക്കൊരു ഫോൺ വന്നു, നിങ്ങൾക്ക് സമ്മാനം അടിച്ചിട്ടുണ്ട്, നറുക്കെടുത്തപ്പോൾ നിങ്ങളെ പേരാ വന്നിരിക്കണം, ഇവിടെ വന്ന് ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിചാരിച്ച വല്ല പേനയോ പേപ്പറോ എന്തെങ്കിലും ആയിരിക്കും, എന്നാലും കിട്ടുന്നതല്ലേ. എൻ്റെ കയ്യിൽ ബൈക്കേ ഉള്ളൂ. പോകുന്ന വഴിക്ക് എറണാകുളം വന്നപ്പോഴത്തേക്കും ഞാൻ അകത്തേക്ക് കയറി, അവരെനിക്കൊരു കവർ തന്നു. ആ കവറിൻ്റെ അകത്ത് നോക്കുമ്പോഴത്തേക്കും 2 പേരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്, ഗോവയ്ക്ക് പോയിട്ട് തിരിച്ചു വരാനും പ്ലസ് അവിടെ 3 ദിവസം 5 സ്റ്റാർ ഹോട്ടലിൽ, അവിടുത്തെ വലിയ റിസോർട്ട്, അതിൽ താമസിക്കാനുള്ള ചീട്ടുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയണത് ഇത് എന്താ കാര്യമെന്ന് വെച്ചാൽ, ഇത് ചെറിയ കാര്യമായിട്ട് തോന്നിയാലും എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുക, എന്നിട്ട് അമ്മയുടെ മുഖത്തേക്ക് മാത്രം നോക്കിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ചോദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ ചെയ്തത് അതാ, പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ പാനപാത്രം എടുത്ത് മാറ്റാമെന്ന് ചോദിച്ചിട്ട്, അതെൻ്റെ ആഗ്രഹമാണ്, പക്ഷേ വേണ്ട, നിൻ്റെ ആഗ്രഹം നിറവേറിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മൾ ചെയ്യേണ്ടത് അതാണ് ബന്ധം. മക്കളെപ്പോലെ അച്ഛനറിയാം എനിക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് അച്ഛനറിയാം, അത് അച്ഛൻ ചെയ്തോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ആവശ്യമില്ലാതെ എപ്പോൾ നോക്കിയാലും ഒരു ലിസ്റ്റ് എഴുതി വെച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ പോയിട്ട് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് നമ്മൾ തന്നെ പരീക്ഷിക്കും, ദൈവത്തെ പരീക്ഷിക്കും. നിനക്കിപ്പോഴും എന്നോട് സ്നേഹമുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ തന്നില്ല, ഇപ്പം കഴിപ്പാന്ന് കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. മക്കൾക്ക് രോഗം വരുമ്പോഴത്തേക്കും കയ്പിൻ്റെ മരുന്ന് കൊടുക്കുമ്പോഴത്തേക്കും മക്കൾ വിചാരിക്കും എന്നെ ശിക്ഷിക്കുകയാണ്, അച്ഛനോ ഇല്ല അമ്മയ്ക്കോ എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് കയ്പ് കൊടുക്കണമെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അത്. പ്രൈസ് ദി ലോർഡ്. പല തടസ്സങ്ങളും പല രീതിയിൽ പ്രതികൂല അനുഭവങ്ങൾ നമ്മളെ ജീവിതത്തിൽ വരുന്നത് ഇത് നിന്നെ സൗഖ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമാണ് ദൈവം, അതാണ്. അത് മനസ്സിലാക്കണം. നമ്മൾ ചെറിയ കുഞ്ഞിനെ പോലെ ആകുമ്പോഴാണ് നമുക്കത് മനസ്സിലാകാത്തത്. നമുക്കൊരു പക്വത വേണം.
ദൈവത്തിന് സ്വന്തം മകനെ നമുക്ക് വേണ്ടി തരുമെങ്കിൽ എനിക്ക് എന്താ തരാതിരിക്കുക? എനിക്ക് ആവശ്യമുള്ളതൊക്കെ അതാത് സമയത്ത് എൻ്റെ ദൈവം തന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിൽ ഒരു വ്യത്യാസമില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ ദൈവം പറഞ്ഞത് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ്, ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക. സ്നേഹം കൊണ്ടാണ് നമ്മൾ ഉടമ്പടിക്ക് വന്നിരിക്കുന്നത്, ഇല്ലാതെ എൻ്റെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ഇല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇതൊക്കെ നമുക്കൊരു 6 നിയോഗം എഴുതി വെച്ച് നമ്മൾ ലക്ഷ്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ 6 കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്. അതില്ല. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ദൈവത്തിന് അറിയാം. നിനക്ക് ആവശ്യമുള്ളതൊക്കെ എന്തൊക്കെയാണെന്ന് അത് അറിയാം. ദൈവത്തിനറിയാം നിനക്ക് ആവശ്യമുള്ളതൊക്കെ. നീ ആഗ്രഹിച്ചതൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മകൻ, എൻ്റെ മക്കൾ, ഞാൻ ദൈവമായിരിക്കുമ്പോഴത്തേക്കും, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവാകുമ്പോഴത്തേക്കും എൻ്റെ മകന് ഉള്ള വിഷമങ്ങളൊക്കെ എനിക്കറിയാം. അത് നമ്മളെ ഹൃദയം വിഷമിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്തുള്ള ദൈവം വിഷമിക്കാതെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അറിയാം. പക്ഷേ നിന്നെ സൗഖ്യപ്പെടുത്തണം. നിനക്ക് ദൈവത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് കാര്യം എന്താ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം എന്ന് പറയണം. നിനക്ക് എന്നെക്കുറിച്ചുള്ള ഒരു വിശ്വാസം ഉണ്ടാ. എന്താണ് വിശ്വാസം? എല്ലാം എൻ്റെ ദൈവത്തെക്കൊണ്ട് സാധ്യമാണ്. ആ ഒരു വിശ്വാസം നിനക്കുണ്ടാകണം. എല്ലാം എൻ്റെ ദൈവത്തെക്കൊണ്ട് സാധ്യമാണ്. മാർക്ക് 10:27 ദൈവത്തെക്കൊണ്ട് എല്ലാം സാധ്യം, അസാധ്യം ഒന്നുമില്ല. 1:37 ലൂക്ക 1:37 ദൈവത്തെക്കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ല. അത് വിശ്വാസമാണ്. പിന്നെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുക, അവൻ്റെ ജീവനേക്കാളും എന്നെ സ്നേഹിക്കുകയാണ്, എന്നോട് കരുതലുണ്ട്. അത് വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ദൈവം അറിയും. അപ്പോൾ ഈ വിശ്വാസം നിനക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് സങ്കടങ്ങളില്ല. എന്ത് പ്രശ്നം വന്നാലും എൻ്റെ ദൈവം അറിഞ്ഞിട്ടാണ് എനിക്ക് വന്നിരിക്കുന്നത്. ദൈവം അനുവദിച്ച് തരുന്നത് അത് മരുന്ന്, ദൈവം അനുവദിച്ച് കയ്പുള്ള മരുന്ന് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഏതോ രോഗത്തിലിരുന്ന് സൗഖ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിനറിയാം. എൻ്റെ രോഗം എനിക്കറിയില്ല. അത് ദൈവം എൻ്റെ സൗഖ്യത്തിന് വേണ്ടി എനിക്ക് തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇഞ്ചക്ഷൻ കുഞ്ഞിനെ അനുവദിച്ച് കൊടുക്കും. നേഴ്സ്, ഡോക്ടർ ഇഞ്ചക്ഷൻ ഇട്ടുകൊണ്ടെന്ന് പറഞ്ഞ് അത് മാതാപിതാക്കൾ ഡോക്ടറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് കുഞ്ഞിനെ വേദനിപ്പിക്കാനില്ല. പ്രൈസ് ദി ലോർഡ്. അത് സൗഖ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. ഇല്ലാതെ അത് കുഞ്ഞ് കരയണ പോലെ ഈ വേദനയെ കൊണ്ട് നമുക്ക് കരയല്ല ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും നിന്നെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ല നിന്നെ കുറച്ച് മോശമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം അനുവദിച്ചിട്ടുള്ളത്, ആ ഇഞ്ചക്ഷൻ തന്നിട്ടുള്ളത് നിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് അപ്പം നിനക്കറിയില്ല. കുറച്ച് കാലതാമസമാകുമ്പോഴത്തേക്കും നിനക്കത് മനസ്സിലാകും. ദൈവം അനുവദിച്ച് തന്നത് നിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ കൽപ്പന പാലിക്കും. ദൈവം ഈശോ ഈ 10 കൽപ്പനയെ എല്ലാം കൂടി ഒന്നാക്കി, എല്ലാം കൂടി ഒരു ക്യാപ്സുളിലാക്കിയിട്ട് ഒറ്റ കൽപ്പനയാക്കി മാറ്റി. അത് എൻ്റെ പുതിയ കൽപ്പനയെന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ 13:34 പറയുകയാണ്, എൻ്റെ പുതിയ കൽപ്പന. അതെല്ലാം 10 കൽപ്പന, എല്ലാ കൽപ്പനയും കൂടി ദൈവം ഒറ്റ ക്യാപ്സുളാക്കിയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. അത് 13:34 പരസ്പരം സ്നേഹിക്കുക. അതാണ് എൻ്റെ പുതിയ കൽപ്പന. പ്രൈസ് ദി ലോർഡ്. പരസ്പരം സ്നേഹം, തമ്മിൽ സ്നേഹിക്കുക. അത് മാത്രം ഈ ഉടമ്പടി കാലത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പരസ്പരം സ്നേഹിക്കുമ്പോഴത്തേക്കും, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോഴത്തേക്കും നിങ്ങൾ എൻ്റെ ശിഷ്യനായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉടമ്പടി ദൈവത്തിൻ്റെ ശിഷ്യയായിട്ട് മാറാനുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഉടമ്പടി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ക്രിസ്ത്യാനി ആകാൻ പറ്റും, പക്ഷേ ദൈവത്തിൻ്റെ ശിഷ്യനാകണമെന്നുണ്ടെങ്കിൽ അത് കൽപ്പന പാലിക്കണം. അത് ദൈവം ഇവിടെ പറയാണ്, യോഹന്നാൻ 13:35 നീ എൻ്റെ ശിഷ്യനാകണമെന്നുണ്ടെങ്കിൽ ഈ ലോകം
എൻ്റെ ശിഷ്യനാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. എന്നാൽ ലോകം എല്ലാവരും അറിയും നീ എൻ്റെ ശിഷ്യയാണ്. യു ആർ മൈ ഡിസൈപ്പിൾസ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇതേപോലെ ദൈവം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പരസ്പരം സ്നേഹിക്കണം. എങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക. അത് ഈ പൂ വാങ്ങിച്ചു കൊടുക്കുമ്പോഴോ സമ്മാനം വാങ്ങിച്ചു കൊടുക്കുമ്പോഴോ അതൊന്നുമില്ല സ്നേഹം. പ്രൈസ് ദി ലോർഡ്. പരസ്പരം സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ പരസ്പരം സ്നേഹിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ശിഷ്യയായിട്ട് മാറും. ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ശിഷ്യത്വത്തിൻ്റെ ഒരു വിളിയാണ്. ദൈവം വിളിക്കുകയാണ്. ഇറ്റ് ഈസ് കോൾ ഫ്രം ഗോഡ് ടു ബിക്കം എ ഡിസൈപ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശിഷ്യയായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു വിളിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും ക്രിസ്ത്യാനിയാണ്, പക്ഷെ ശിഷ്യയാണോ ഇല്ലയാണെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നീ പരസ്പരം സ്നേഹിക്കുമ്പോഴത്തേക്കും ലോകം എൻ്റെ ശിഷ്യയാണെന്ന് മനസ്സിലാക്കും. അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിന്നെ കാണുമ്പോൾ തന്നെ ലോകം പറയണം, ഇത് ഈശോയുടെ ശിഷ്യയാണ്, എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, എൻ്റെ ശിഷ്യയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുക, ശിഷ്യയാകാനുള്ള ഇന്നൊരു കാര്യം പറഞ്ഞിരിക്കുക, ഡിസൈപ്പിൾസ്. ഇഫ് യു വാണ്ട് ടു ബി മൈ ഡിസൈപ്പിൾ, ലൂക്ക 14:27 നിൻ്റെ കുരിശ് ചുമന്നുകൊണ്ട് എന്നെ അനുഗമിക്കുക. പ്രൈസ് ദി ലോർഡ്. കുരിശ് ചുമക്കുമ്പോഴും കുരിശ് ചുമന്ന് അനുഗമിക്കുമ്പോഴും ശിഷ്യയാകും, പരസ്പരം സ്നേഹിക്കുമ്പോഴും ശിഷ്യയാകും. അപ്പോൾ പരസ്പരം സ്നേഹിക്കുമ്പോഴത്തേക്കും അത് കുരിശ് ചുമന്നുകൊണ്ടുള്ള സ്നേഹമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാലേ ശിഷ്യയാവുള്ളൂ. സ്നേഹിക്കാൻ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു കുരിശ് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. കുരിശ് ഏറ്റെടുക്കണം സ്നേഹിക്കുമ്പോഴത്തേക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭർത്താവ് മദ്യപാനിയാണ്, നിന്നെക്കുറിച്ച് വീട്ടിൽ വന്ന വലിയ പ്രശ്നമാണ്, അടിക്കുകയാണ്, എല്ലായിടത്ത് പൊട്ടിക്കുകയാണ്. ഭർത്താവിനെ സ്നേഹിക്കണമെങ്കിൽ ആ കുരിശ് ചുമക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം അവരില്ല ചെയ്യുന്നത്. ഈശോയുടെ ശിഷ്യയാകാൻ വേണ്ടിയിട്ട് ദൈവം അനുവദിച്ച് തന്നതാണ്. അവരെ ക്ഷമിക്കണം, തിരിച്ച് സംസാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഒരു കാര്യം മനസ്സിലാക്കണം. പരസ്പരം സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിൻ്റെ വീട്ടിൽ നിൻ്റെ ഇത് മനസ്സിലാക്കണം. നിൻ്റെ ഭർത്താവോ മക്കളോ അമ്മായിയമ്മയോ അമ്മായച്ഛനോ ഇല്ല ആരെങ്കിലും വന്ന് നിന്നോട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും, പ്രൈസ് ദി ലോർഡ്, ദേഷ്യപ്പെടുമ്പോഴത്തേക്കും നിന്നെ ചീത്ത പറയുമ്പോഴത്തേക്കും അത് മനസ്സിലാക്കുക. അത് ലക്ഷണം എന്താണെന്ന് വെച്ചാൽ അവരിൽ സ്നേഹം കുറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹം കുറഞ്ഞ ലക്ഷണമാണ്. ഇപ്പോൾ പനി വരുമ്പോഴത്തേക്ക് ലക്ഷണമുണ്ട്, നമുക്ക് കുളിരും തണുപ്പും ഉണ്ടാകും, ടെമ്പറേച്ചർ അധികമായിരിക്കും. അപ്പോൾ ഒരാൾ നമ്മളെ ചീത്ത വിളിക്കുമ്പോഴത്തേക്കും ഇല്ല ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ഇല്ലാത്തതെല്ലാം പറയുമ്പോഴത്തേക്കും നീ മനസ്സിലാക്കേണ്ടത് അവരിൽ സ്നേഹം കുറഞ്ഞിരിക്കുകയാണ്, സ്നേഹം കുറവാണ്. അവർക്ക് സ്നേഹം ചോദിക്കുകയാണ്. സ്നേഹം ചോദിക്കണതിൻ്റെ അടയാളമാണ് അവർ വന്ന് ദേഷ്യപ്പെടുന്നതും വെറുപ്പ് കാണിക്കുന്നതും ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ ഒരു ഭിക്ഷക്കാരൻ വന്നിട്ട് അവർക്ക് വിശക്കുമ്പോൾ അവനിക്ക് ഭക്ഷണം വാങ്ങിക്കാൻ 20 രൂപ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കയ്യിൽ ആ തട്ടിൽ കിടക്കുന്നത് 2 രൂപയാണ്. അപ്പോൾ അവൻ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു 18 രൂപ കൂടി തന്നാൽ എൻ്റെ വിശപ്പ് എനിക്ക് മാറ്റാൻ പറ്റുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദേഷ്യപ്പെടുന്നവരും ഇതാണ് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ സ്നേഹത്തിൻ്റെ കുറവുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവർക്ക് സ്നേഹം ദൈവം സൃഷ്ടിച്ചത് സ്നേഹിക്കാൻ വേണ്ടിയിട്ട്. ആ സ്നേഹം കുറയുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? അവൻ്റെ തട്ടിക്കിടക്കണ ആ 2 രൂപ കൂടി നമ്മൾ അങ്ങോട്ട് പിടിച്ചെടുക്കുക ചെയ്യണം. നമ്മളും തിരിച്ച് ചീത്ത വിളിക്കുക ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവനിൽ കുറച്ച് ബാക്കിയുള്ളതും നമ്മൾ അങ്ങോട്ട് തട്ടിപ്പിടിച്ചെടുക്കുക ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹം കൊടുക്കുക. അവരിൽ സ്നേഹം കുറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വെറുപ്പ് കാണിക്കുക, നിന്നോട് മുഖം തിരിച്ച് നടക്കുക, നിന്നെ ഫോൺ വിളിക്കാതെ നിന്നോട് മിണ്ടാതെ നടക്കുക, നീ പുറകെ പോവുക. പുറകെ പോയിട്ട് സ്നേഹം കൊടുക്കുക. സ്നേഹം എവിടെ ഇരുന്നാണ് കൊടുക്കേണ്ടത്? നിനക്ക് അപാരമായിട്ടുള്ള സ്നേഹം നിൻ്റെ പിതാവ് നിനക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ബോധ്യം വേണം. അതിലിരുന്ന് എടുത്ത് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അതിലിരുന്ന് എടുത്ത് കൊടുക്കേണ്ടത്. എങ്ങനെയാണ് സ്നേഹം ഹൃദയത്തിലേക്ക് എങ്ങനെയാണ് സംഹരിക്കുക? സ്നേഹം സംഹരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ
നമ്മൾ ആരെങ്കിലും ചീത്ത വിളിക്കുമ്പോൾ, ഇല്ല നിനക്ക് ഒരാൾ നിന്നോട് വെറുപ്പ് കാണിക്കുമ്പോൾ, നിനക്ക് ദേഷ്യം വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ, നീ ഒന്ന് കണ്ണടച്ച് ഈശോയുടെ കുരിശ് മരണം ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ കുരിശിൽ ചിന്തുന്ന ഓരോ തുള്ളി രക്തവും നിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. നിനക്ക് മാത്രം. ഈ ലോകമൊക്കെ നീ മറക്ക്. നിനക്ക് വ്യക്തിപരമായിട്ട് നിനക്ക് വേണ്ടിയിട്ടാണ് ആ ചോര ചിന്തിയിരിക്കുന്നത്, ആ വേദന അനുഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നിൻ്റെ ഹൃദയം സ്നേഹത്തിൽ നിറയും. ആ സ്നേഹം എടുത്ത് നീ അവർക്ക് കൊടുത്താൽ മതി. നിൻ്റെ സ്വന്തം സ്നേഹമൊന്നും നീ കൊടുക്കേണ്ട കാര്യമില്ല. നിനക്ക് കിട്ടിയിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് കുറച്ച് സ്നേഹം, നിന്നോട് ക്ഷമിച്ചിട്ടുള്ളത്, നിന്നോട് കാണിച്ചിട്ടുള്ള കരുണയിലിരുന്ന് നീ ഇച്ചിരി കരുണയെടുത്ത് അവർക്ക് അങ്ങോട്ട് കൊടുക്കുക. നീ തിരിച്ച് സംസാരിച്ച് അവരോട് ദേഷ്യപ്പെടുമ്പോഴത്തേക്ക്, ഉടമ്പടി എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നീ അങ്ങോട്ട് സ്നേഹം കൊടുക്കുക. പരസ്പരം സ്നേഹിക്കുക എന്ന് പറയണത് അതാണ്. സ്നേഹിക്കുമ്പോഴത്തേക്ക് കുരിശുണ്ടാകണം. കുരിശില്ലാതെ ഒരിക്കലും ഒരാളെയും സ്നേഹിക്കാൻ പറ്റില്ല. നിനക്ക് വേദനയില്ലാതെ ആളെയും നിനക്ക് സ്നേഹിക്കാൻ പറ്റില്ല. വേദന അനുഭവിക്കാതെ ഈശോ സ്നേഹിച്ചിട്ടില്ല ഈ ലോകത്തിനെ. കുരിശിൽ വേദന അനുഭവിച്ചാൽ സ്നേഹിച്ച യഥാർത്ഥ സ്നേഹത്തിൽ വേദനയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആ വേദന എടുത്തുകൊണ്ട് അത് ഈശോയുടെ സ്നേഹത്തിൽ നിറഞ്ഞ് അവരെ സ്നേഹിക്കുക. തിരിച്ച് സംസാരിക്കരുത് അവരോട്. അവർ തെറ്റ് ചെയ്താലും നീ ക്ഷമ ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മക്കളാകുമ്പോഴത്തേക്കും മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും, മറ്റുള്ളവർ നിന്നെക്കുറിച്ച് കുറ്റം പറയുമ്പോഴത്തേക്കും നീ ന്യായീകരിക്കാൻ പോകരുത്. പ്രൈസ് ദി ലോർഡ്. അതാണ് കുരിശ് ചുമക്കുക. നീ ന്യായീകരിക്കുമ്പോൾ നിൻ്റെ വേദന കുറയും. വേദന കുറഞ്ഞാൽ നിനക്ക് ഒരാളെയും സ്നേഹിക്കാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേദന വെച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹം കൊണ്ട് ആ വേദനയെ മാറ്റി, ആ വേദന നിനക്ക് മാറിപ്പോവും. എന്നിട്ട് അങ്ങോട്ട് കൊടുക്കുക ആ സ്നേഹത്തെ, ആ ക്ഷമയെ. ഈശോയുടെ ക്ഷമ വാങ്ങിച്ച്, ഈശോ നിന്നെ ക്ഷമിച്ചിരിക്കുക, ആ ക്ഷമ വാങ്ങിച്ച് നീ അങ്ങോട്ട് കൊടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. ഈശോ നിന്നോട് കരുണ കാണിച്ചിരിക്കുക, ആ കരുണ എടുത്ത് നീ അങ്ങോട്ട് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നീ എൻ്റെ വചനം പാലിക്കുമ്പോഴത്തേക്കും നീ എന്നെ സ്നേഹിക്കുക. എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ വചനം പാലിക്കും. അവരിൽ ഞാൻ വന്ന് കുടിയേറും, ഞാൻ അവരിൽ വസിക്കും. അപ്പോൾ ദൈവം വസിക്കുമ്പോഴത്തേക്കും നീ പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവം ആദ്യം പറഞ്ഞ പോലെ 1 പത്രോസ് 5:7 നീ ഒന്നിലും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ നിന്നിൽ ശ്രദ്ധാലുവാണ്. എന്തുകൊണ്ടാണ് ഞാൻ ശ്രദ്ധാലു? ഞാൻ നിന്നിൽ വസിക്കുകയാണ്. നിനക്ക് ആവശ്യമുള്ളത് എന്ത്? നിനക്ക് ഇപ്പോൾ കാനഡയിൽ പോകുന്നതാണ് നല്ലതാണെങ്കിൽ ദൈവം അത് നടത്തിത്തരും. പ്രൈസ് ദി ലോർഡ്. നീ ആഗ്രഹിക്കുന്ന ഭവനത്തെക്കാളും വലിയ ഭവനം ദൈവം വെച്ച് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് എത്ര തന്നെ കടബാധ്യത ആയിക്കോട്ടെ, അതൊക്കെ നിനക്ക് ആ ഇഞ്ചക്ഷനാണ്. നിന്നെ സൗഖ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവം അനുവദിച്ച് തന്നിട്ടുള്ളതാണ്. അതെല്ലാം ദൈവം മാറ്റിക്കൊടുത്ത് നീ പലവരെയും സഹായിക്കുന്നവരായിട്ട് നിന്നെ മാറ്റിത്തരും ദൈവം. പ്രൈസ് ദി ലോർഡ്. അതിന് നീ ചെയ്യേണ്ടത് പരസ്പരം സ്നേഹിക്കുക. ആദ്യം അത് തുടങ്ങേണ്ടത് നിൻ്റെ കുടുംബത്തിലാണ്. നീ പരസ്പരം സ്നേഹിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി എടുക്കുന്നവർ ആദ്യം കരുണ കാണിക്കേണ്ടത്, അത് കാരുണ്യം കാണിക്കേണ്ടത് നിൻ്റെ കുടുംബത്തിലാണ്, നിൻ്റെ അടുത്തുള്ളവരാ. നിൻ്റെ അടുത്തായിരുന്നിക്കണം, നിൻ്റെ ജോലിക്കാരോടാണ്, നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണ്, നിൻ്റെ കൂടെ താമസിക്കുന്നവരാണ്, നിൻ്റെ ഗ്രൂപ്പിൽ താമസിക്കുന്നവരോടാണ്. അതാണ് ആദ്യം നിൻ്റെ അയൽക്കാരോടാണ്, അടുത്ത് നിൽക്കുന്നവരോട്, അവരോട് പോയി നീ ക്ഷമ പറയുക. പ്രൈസ് ദി ലോർഡ്. അത് ക്ഷമ പറയേണ്ടത് നീ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നിന്നെ ക്ഷമിച്ച് നിനക്ക് ക്ഷമ തന്നിട്ടുണ്ട് ദൈവം. നിൻ്റെ കയ്യിൽ ആ ഒരു ബോധ്യം ഉണ്ടാവണം. അതെടുത്തിട്ടാണ് നീ ക്ഷമിക്കേണ്ടത്. ആരെങ്കിലും അതിന് ചെയ്യേണ്ടത് ഒന്ന് കണ്ണുപൂട്ടിയിട്ട് ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ഒരു കൊന്ത ചൊല്ലുമ്പോഴത്തേക്കും ഈശോയുടെ കുരിശ് മരണം ധ്യാനിക്കുക. ആ ധ്യാനിക്കുമ്പോഴത്തേക്കും നിൻ്റെ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കും. അപ്പോൾ അവരോട് ക്ഷമ പറയുക. പ്രൈസ് ദി ലോർഡ്. നീ തിടുക്കം കാണിച്ച് തിരിച്ച് പറയാൻ നിൽക്കരുത്. ഉടമ്പടിക്കാലത്ത് ഒരു കാരണവശാലും ഒരാളെയും കുറ്റപ്പെടുത്തരുത്, നിന്നെ ന്യായീകരിക്കാൻ പോകരുത്. നീ ഒരു കാരണവശാലും അത് ചെയ്യരുത്. കുരിശില്ലാതെ ഒരാളെ സ്നേഹിക്കാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്.